നമസ്കാരം വിനീതേട്ടാ. നമസ്കാരം അജയ്. ഞാൻ വിനീതേട്ടൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പോൾ വിനീതേട്ടൻ്റെ മലർവാടി മുതൽ ഇപ്പോൾ കരം വരെയുള്ള എല്ലാ മൂവീസും ഒരുവിധം ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിനീതേട്ടനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു +2 വരെ എനിക്ക് ഒരു സിനിമ ഡയറക്ടർ ആവണം അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്ററൊക്കെ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നെപ്പോലെ ഇപ്പോഴും ആ സ്വപ്നങ്ങളുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് വിനീതേട്ടനടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുക, എത്തിച്ചേരാൻ പറ്റുക എന്നാണ് എനിക്ക് ചോദിക്കാം. നമുക്ക് നോക്കാം അജയ്, നമുക്ക് നോക്കാം. ഓക്കെ ചേട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിനീതേട്ടാ, ആ. ഒരുപാട് സന്തോഷം കണ്ടതില്. ഓക്കെ, താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, ഇപ്പം ചേട്ടൻ്റെ മിക്ക സിനിമകൾ എടുത്തു നോക്കിയാലും, ഉദാഹരണത്തിന് തട്ടത്തിൻ മറയത്ത്, അതിൽ ആയിഷനെ പറയുന്നുണ്ട് തട്ടം ഇട്ട് കഴിഞ്ഞാൽ ചുറ്റിലുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന്. അതുപോലെ എന്താണ് ഹൃദയം സിനിമയിലെ ദർശന എന്ന് പറഞ്ഞ ക്യാരക്ടർ മുടി അഴിച്ചിടുന്നതാണ് എനിക്ക് ഭംഗി, പിന്നെ ചെറിയ പൊട്ട് തൊടുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇത്രയും ഒരു വുമൺ അല്ലെങ്കിൽ ഒരു ഫെമിനൻ ബ്യൂട്ടീനെ ഭയങ്കര അടിപൊളിയായിട്ടാണ് സിനിമയിലെല്ലാം കാണിച്ചിട്ടുള്ളത്. ഇത്രയും ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഐ മീൻ ഒബ്സർവേഷൻ സ്കിൽ. ശിവാനി, ചോദ്യം എന്താണ്? അത് തന്നെ. സ്ത്രീലമ്പടനാണോ എന്നാണോ? അതല്ല, അപ്പൊ അത്രയും ഒബ്സർവേഷൻ. എനിക്കിതൊന്നും അറിയില്ല, എല്ലാം ഇവൻ പറഞ്ഞു തന്നിട്ടാണ്. ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതാണെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ. അല്ല വിനീതേട്ടാ, അതിനെന്തേലും ഒരു മറുപടി ഞാൻ ആഗ്രഹിച്ചു. അല്ല വിനീതേട്ടാ, ശരിക്കും ഇപ്പൊ ഐഷേനെ ആണെങ്കിലും ഇപ്പൊ ദർശന എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ശരിക്കും ആ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്താണെന്നറിയോ, ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വിനീതേട്ടാ, എന്തെല്ലാം സുഖല്ലേ? എന്റെ നമ്മളെ നാട്ടുകാരാണ്. നമ്മളെ നാട്ടുകാരാ. ഏട്ടനെ കാണാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. അപ്പോൾ ഏട്ടൻ ഇവിടെ വന്നപ്പം നമ്മൾ തേജസ് കണ്ണൂരാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു, കണ്ണൂരുകാർ പൊതുവെ ഒരു ജാടയൊന്നും ഇല്ലാത്ത സിമ്പിളായ മനുഷ്യന്മാരാണ്. അപ്പോൾ ഏട്ടനെ കണ്ടപ്പോൾ നമ്മൾ അതാ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തൊരു സിമ്പിളായ ഒരു മനുഷ്യനാണ് ഏട്ടൻ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഏട്ടൻ നമ്മുടെ ഈ ഷോനെ പറ്റി കണ്ണൂർ സ്ലാങ്ങിൽ ഒരു 2 വാക്ക് സംസാരിക്കണം. നല്ല ബർക്കത്തുള്ള ഷോ. ഇനി ഹനക്ക് എന്താ ചോദിക്കാനുള്ളേ? അയ്യോ, എന്റെ അമ്മേ, വിനീത ഒന്ന് വിനീതേട്ടാ ഉറപ്പിച്ചിരുന്നോ? സൂക്ഷിച്ചു. ഞങ്ങൾ എല്ലാവരും വലിയ ഫാനാണ് ചേട്ടൻ്റെത്. അപ്പം സംസാരിക്കാം അച്ചടി ഭാഷ. അപ്പം ചേട്ടൻ തട്ടത്തിന്മാരത്തിനകത്ത് ഒരു ഡയലോഗ് ഇല്ലേ, ഏതാ? പോയി പയ്യന്നൂർ കോളേജ്, അത് നിവിൻ പോളി സാറിന്റെ സൗണ്ടിലാണല്ലോ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഇനി അത് ചേട്ടന്റെ സൗണ്ടിലൊന്ന് കേൾക്കാൻ പറ്റുമോ? അപ്പൊ ഐഷ ആയിട്ട് ആരുണ്ടാവും? ഓക്കെ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തനെ ഇവളെ വിട്ടുകൊടുക്കൂല എന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെ എന്റെയാണ്. നീ ആയിഷയായിരുന്നു, പക്ഷെ വികാരം മുഴുവൻ യുക്കായിരുന്നു പാർവന്. എനിക്ക് ആ സിനിമ എന്ത് ഇഷ്ടമാണ്. അപ്പൊ ആ ഡയലോഗ് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഞെളിപിരി കൊള്ളുകായിരുന്നു പാർവു അല്ലേ? സൂപ്പർ സൂപ്പർ. താങ്ക് യു വിനീതേട്ടാ. ഓക്കെ വിനീതേട്ടാ, നമസ്കാരം. നമസ്കാരം. അരവിന്ദന്റെ അതിഥികൾ എന്ന് പറഞ്ഞ മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മൂവിയാണ്. ഞാനിപ്പോൾ ഈ അടുത്ത് മൂകാംബിക അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട് അവിടേക്കാണ് ഞാൻ നിന്നത്. അപ്പോൾ അവരവിടുത്തെ കുറേ കഥകൾ പറഞ്ഞു. പിന്നെ കൃപാകരി, ഷാനിക്ക ഭയങ്കര ഇഷ്ടം. അവിടെ ആ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരുപാട് അതിൻ്റെ മെമ്മറീസ് ആയിരുന്നു. ആ സിനിമയുടെയും അതുപോലെ തന്നെ ആ പാട്ട് ഒരുപാട് അവിടെ പോയപ്പോൾ കേട്ടു. അതുപോലെ സർവജ്ഞപീഠത്തിൽ പോയി ഒരുപാട് സന്തോഷം തോന്നി അവിടെ എത്തിയപ്പോൾ. ആ ഒരു സിനിമ എങ്ങനെയായിരുന്നു വിനീതേട്ടൻ്റെ ലൈഫിൽ? എന്തെങ്കിലും ഒരു നല്ലൊരു മൊമെന്റ് പറയാൻ പറ്റുമോ? ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താ, ഇനി അങ്ങനെ ഒരു സിനിമ നടക്കൂല. അതാണ് അതിൻ്റെ ഒരു സത്യം. ലളിത ചേച്ചി ഇല്ല, അച്ഛനും ഇല്ല. അപ്പോൾ ഇനി അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് ഇത് ഭയങ്കര റെയറാണ്. ഇപ്പം മകൻ്റെ അച്ഛനൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ജനാർദ്ദൻ അങ്കിൾ ആ സിനിമയിലുണ്ട്,
അച്ഛനുണ്ട്, സുഹാസിനി മാം ഉണ്ട്. പക്ഷേ ആ പടം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരം ആർട്ടിസ്റ്റുകളുടെ കൂടെ ജഗദീഷ് കുമാർ അങ്കിളുണ്ട്, ഇവരുടെയൊക്കെ കൂടെ നമുക്കിനി ഒരു സിനിമ എന്ന് പറയുന്ന ഒരു തോട്ടൊന്നും അന്ന് ചിന്തയില്ല. ഞാൻ എൻ്റെ 20s പക്ഷേ അരവിന്ദൻ്റെ അതിഥികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയായിരുന്നു ഈ സിനിമ, ഇതുപോലത്തെ ഒരു സിനിമ ഇനി നടക്കില്ല. അപ്പോൾ ആ ഫീലിംഗ് ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും എൻജോയ് ചെയ്തിട്ടാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതുപോലെ അച്ഛൻ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉള്ളൊരു അവസ്ഥയിലുണ്ടായിരുന്ന ലാസ്റ്റ് ഫിലിമായിരുന്നു. അതാണ് ഒരു തവണ നടന്നു. അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ വിനീതേട്ടാ എന്തായാലും ഒരുപാട് താങ്ക്സ് പറയാണ്. ഞങ്ങളുടെ ഈ ഒരു വിഷു ഇത്രയും ഗംഭീരമാക്കി തന്നതിൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു അല്ലേ. പാട്ടും കുറേ നല്ല മൊമെന്റ്സ് നമുക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ് പറയാണ്. അങ്ങോട്ടും താങ്ക്സ്. എനിക്കും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതിൽ അത് താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ഓക്കെ ഷാനിക്ക, വിഷുവായിട്ട് നിങ്ങളുടെ ടീമിൽ നിന്നൊന്നും ഞങ്ങൾക്കൊന്നും ഇല്ലേ? വിഷുവായിട്ട് തീർച്ചയായിട്ടും ഈസ്റ്റേൺ മാജിക് ബീറ്റ്സിന്റെ അടുത്ത് നിന്ന് ഉണ്ട്. ഓക്കെ, എന്താണ്? തിരുമധുരം ആണ്. 4 ഡിഫറെന്റ് ടൈപ്പ് പായസം. അതാണ് ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഈസ്റ്റേണിന്റെ വകയുള്ള വിഷു സമ്മാനം. യെസ്. അപ്പൊ വിനീതേട്ടൻ നേരത്തെ പായസം കുടിച്ചോണ്ടിരുന്നപ്പോ നമ്മളൊക്കെ കൊതിവിട്ടതാ. ഷാൻ, ഏതൊക്കെ ടൈപ്പ് പായസങ്ങളാണ്? ഏതൊക്കെ ടൈപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലട മിക്സ് ഉണ്ട്, ഓക്കെ, സേമിയ മിക്സ് ഉണ്ട്, പരിപ്പ് മിക്സ് ഉണ്ട്, ഗോതമ്പ് മിക്സ് ഉണ്ട്. സൂപ്പർ. ഇനി എന്ത് വേണോ അല്ലേ? മധുരം റേഞ്ച് എന്നാണ് അതിന് പറയുന്നത്. വേറെ എന്ത് വേണം? പേരിൽ തന്നെ ഉണ്ട് മധുരം റേഞ്ച്. അപ്പൊ വിനീതയുടെ നേരത്തെ പായസം കുടിച്ചോണ്ടപ്പോ നമ്മളൊക്കെ കൊതിപ്പിച്ചിട്ട് പോയതാ. അതെ, ഒരു രക്ഷയില്ലായിരുന്നു. എന്തോന്നിത്? അപ്പൊ ഈസ്റ്റേൺ അതൊക്കെ തീർക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങക്ക് താ ഷാനിക്ക വാ. ഓക്കെ, അളിയാ ഞാൻ പോയിട്ട് പായസം കൊടുത്തിട്ട് വരാം. നീ മിക്സ് ചെയ്തിട്ട് വാ. പാറു, ഈസ്റ്റേണിന്റെ ഈ ഒരു മധുരം റേഞ്ച് ഇത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. 2 ടീമിലുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അല്ലെങ്കിൽ അടിയാവും. അടി, ഇടി, പിടി, ബഹളം. പക്ഷെ ഈ ഞാൻ കൊണ്ടുവന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനും എന്റെ അളിയനും വേണ്ടി. എനിക്കുണ്ടോ? നിനക്കും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് വിഷുവായിട്ട് മധുരം തരാൻ പോവാണ് നമ്മുടെ ഷാനിക്ക. ഓക്കെ, അപ്പൊ UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസിനും ഈസ്റ്റേൺ മാജിക് ബീറ്റ്സിലെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ തൽക്കാലം നമ്മളിവിടെ നമ്മുടെ ജഡ്ജസിന് കൊടുക്കാണ് കേട്ടാ. ഓക്കെ, ഈസ്റ്റേൺ മധുരം. അപ്പൊ നമുക്ക് വിഷു കൈനീട്ടം കൊടുക്കാം. ഓക്കെ, അപ്പൊ MG സാറിനെയും ശരത് സാറിനെയും ഞാനത് ഏൽപ്പിക്കാണ്. നിങ്ങൾ വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം തരാൻ. അണിഞ്ഞു കാണേണം ഭഗവാനെ, കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം. അപ്പൊ കൈനീട്ടമൊക്കെ കിട്ടി എല്ലാരും ഹാപ്പി അല്ലേ? അതെ. അപ്പൊ വിനീതേട്ടാ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇനി വിനീതേട്ടന് ഞങ്ങളുടെ ഒരു സ്നേഹാദരവ്, ഒരു സ്നേഹ സമ്മാനം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു ചേച്ചിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു സോ മച്ച് വിനീത്. എനിക്കൊന്ന് സൂപ്പർ സ്റ്റാർ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വിനീതിന് ഒരു ദിവസം നമ്മുടെ ഒപ്പം. അത് ഈ വിഷുവിന് അമൃത TV 21ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഈ വിഷുവിന് വിനീത് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം.
ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ശരിക്ക് ഇവിടെ വന്നിട്ട്. എനിക്ക് സമയം പോയതൊന്നും അറിഞ്ഞില്ല. ശരത്തേട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നിനക്ക് ലേറ്റ് ആയി എന്ന് പറ. പക്ഷെ അങ്ങനെ വിനീതിന് വേണ്ടി ഞാൻ സംസാരിച്ചു പലരിടത്തും. ഇവിടെ നല്ല മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞല്ലോ. വിനീത് എല്ലാം സത്യം. പിള്ള ഏതാ ഇതില്? വിനീത് പിള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട് സത്യം. അല്ല പക്ഷെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ സിന്ധു ചേച്ചി താങ്ക് യു. താങ്ക് യു സോ മച്ച് വിനീത്. താങ്ക് യു താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും വിഷു അടിച്ചു പൊളിച്ചു. സൂപ്പറാക്കി. അതെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് ഒന്നുകൂടെ എല്ലാവർക്കും കൂടെ ചേർന്നൊരു ആശംസ കൊടുക്കാം. ഓക്കെ അതെ. ഹാപ്പി വിഷു. നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില് തനതന്നാരം പാടുന്നുണ്ടേ അകലിലറിയ വെയില്. ദേവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില് തനതന്നാരം പാടുന്നുണ്ടേ അകലിലറിയ വെയില്. ഉന്നാര പെരുന്തച്ഛനെ തിരുതുകൊണ്ട് ഭൂലോകം ചമച്ചവനെ കാണാത്ത മരമറുത്ത് കനവുകൊണ്ട് കൊട്ടാരം പണിഞ്ഞവനെ ഒരു ചാളോളം നീളത്തിൽ ഉയിരിനൊരു രൂപം താ. തച്ചനു തടിയെട് കൈകൊട് മെയ്കൊട് തക്കിട തരികിടതോ ആ തച്ചിനൊരുളിയെട് കുറിയെട് കോലെട് തകതിമിതോ. ദേവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില് തനതന്നാരം പാടുന്നുണ്ടേ പകലിലറിയ വെയില്. തേക്കുമരമാശാരിക്ക് ശില്പകലയുണ്ടാക്കാം. നാട്ടുമരമണ്ണാച്ചിക്ക് മണ്ണിലൊരു തൂണാക്കാം. തേക്കുമരമാശാരിക്ക് ശില്പകലയുണ്ടാക്കാം. നാട്ടുമരമണ്ണാച്ചിക്ക് മണ്ണിലൊരു തൂണാക്കാം. 10 മുഴം കാതൽ തന്നാൽ മുത്താരം ഞാൻ ഉണ്ടാക്കാം. 10 മുഴം കാതൽ തന്നാൽ മുത്താരം ഞാൻ ഉണ്ടാക്കാം. കോവിലിലെ കൊടിമരവും പാടിയിലെ പടുമരവും ഈ കൈ വെച്ചാൽ പൊന്നാക്കും അലയുടെ മറിമായം. ദേവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില് തനതന്നാരം പാടുന്നുണ്ടേ അകലിലറിയ വെയില്.